ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ രാവിലെ തന്നെ എക്സ്പെക്ട് ചെയ്തത് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആയി ഷാർപ്പായിട്ട് മേലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. നമ്മൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് മാർക്കറ്റ് ഇരുന്നത്. പക്ഷേ എന്ത് ചെയ്തില്ല, മാർക്കറ്റ് രാവിലെ ക്രിയേറ്റ് ചെയ്ത് ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് മേലേക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈ ഒരു പുൾ ബാക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേലേക്ക് ട്രേഡ് എടുക്കാന്നില്ലായിരുന്നു. പക്ഷെ അത് രണ്ടും ചെയ്തില്ല, മാർക്കറ്റ് തന്നില്ല. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് ഫോളോ ചെയ്ത സമയത്ത്, കാരണം ഞാൻ എൻ്റെ ഒരു വ്യൂവിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ നമുക്ക് എന്തുണ്ടായിരുന്നു, കുറച്ചൊരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഗ്യാപ് ഡൗണിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലാത്ത കേസിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല, ഈ ഒരു റാലി പിന്നെ പോയ സമയത്ത് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഒരു ഹൈ വോളട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം 24,300 300 വരെ വന്ന മാർക്കറ്റ് 24,858 ശേഷം 510 പോയിന്റ് 520 പോയിന്റോളം മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ സൈഡ് റാലി തന്നിട്ടുണ്ടായിരുന്നു. അതിലും സമയം നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. 11:45 കൂടി മാർക്കറ്റ് മൂവ്മെന്റ് തുടങ്ങി. 3 മണി 2:45 2:30 ചെയ്തു മാർക്കറ്റിൽ ഷാർപ്പ് റിവേഴ്സലും കാണിച്ചു. ഓയിൽ 74,855 എത്തിയിട്ട് അത് 24,500 പൊട്ടി വീഴുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സെൽ ഓഫും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഴ്ചയിൽ 24,850 പ്രീമിയം 73 രൂപയിൽ നിന്ന് 400 രൂപ വരെയൊക്കെയാണ് ഈ മാർക്കറ്റ് ഫോളോ സംഭവിച്ച സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി നാളെ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. നിഫ്റ്റിയിലാണെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. നിഫ്റ്റി ഓവറോൾ ബുള്ളിഷ് മൂവ്മെന്റിൽ മാറി എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്സിൽ ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം എടുത്ത് തുടങ്ങാൻ പറ്റിയ സമയം കൂടെയാണ്. നാളെ നിഫ്റ്റിയിൽ വലിയ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ഓവറോൾ മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് നാളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ 24,853 854 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,950 960 എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ ഞാൻ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇതിന് ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. ഇനി ഗ്യാപ് ഡൗൺ ആണ് 24,519 ഓപ്പൺ ചെയ്താലും ഞാൻ ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെന്റം അല്ലെങ്കിൽ ഈ മാർക്കറ്റ് മേലേക്ക് കയറും എന്നുള്ള എക്സ്പെക്ടേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെ ഓപ്പൺ ചെയ്താലും ഞാൻ റിവേഴ്സിൽ ട്രേഡ് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ്. അതായത് കോൾ സൈഡിക്ക് മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ, പുട്ട് സൈഡിക്ക് ഒരു ട്രേഡും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യൂ. നാളെ സെൻസെക്സിന് എക്സ്പയറി ആണ്. സെൻസെക്സും നിഫ്റ്റിയുടെ സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും എന്തുണ്ടാവുക, കോൾ സൈഡിക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്തത്. അല്ലാത്ത സമയത്ത് നമ്മൾ മേലേക്ക് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ആകെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കോൾ സൈഡ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. സെൻസെക്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് സോണിൽ വന്നിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കറക്റ്റായിട്ട് ഷാർപ്പ് മൊമെന്റ് തന്നു. നിഫ്റ്റിയുടെ അതേ മൊമെന്റ് ആണ് എന്ത് ചെയ്ത് സെൻസെക്സിന് തന്നത്. എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇമ്പോർട്ടന്റ് സോൺ ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് മേലേക്ക് പോയി. പക്ഷെ അതിനുശേഷം ഒരു സെൽ ഓഫ് ആണ് മാർക്കറ്റ് തന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണ് ശരി. ഇതിനു മുമ്പ് സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഉണ്ടാക്കിയ സിനാരിയോ സെയിം ആണ്. ലെവൽ ബ്രേക്ക് ഔട്ട് തന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയ സെൽ ഓഫ് തരിക എന്നുള്ളത് ഒരു അടുത്തായിട്ട് കണ്ടുവരുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ മാർക്കറ്റ്, ഇന്നലെ അല്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് ഇന്നിന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ വലിയ ട്രേഡുകൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ 82,339 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ സെൻസെക്സിൽ നമ്മൾ കൂടുതൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ 83,000 എന്നുള്ള ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും മേലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡൗൺ സൈഡ് എന്തായാലും നിലവിൽ പ്ലാൻ ഇല്ല. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താൽ പോലും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ സൈഡിലേക്കാണ്. ഡൗൺ സൈഡ് ഒരു ട്രേഡും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിഫ്റ്റി ബാങ്ക് കമ്പാരിറ്റീവ്ലി മൂവ്മെന്റ് കുറവായിരുന്നു എന്ന് ഇന്നലെ അതിനു വേണ്ടി നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മൂവ്മെന്റ് കുറവായിരുന്നു. നോക്കിയാൽ അറിയാൻ പറ്റും. നിഫ്റ്റി താഴെ വന്ന സമയത്തും വലിയൊരു വീഴ്ച തരാണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നിഫ്റ്റി ബാങ്ക് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ആ സെൽ ഓഫിൻ്റെ സമയത്ത് വലിയ മൂവ്മെന്റുകളൊന്നും കാണിച്ചില്ല. കമ്പാരിറ്റീവ്ലി സെൻസെക്സും നിഫ്റ്റിയും വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ മൂവ്മെന്റുകൾ തന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നാളെ 53,858 മുകളിൽ ബ്രേക്ക് ചെയ്താൽ 54,050 54,200 54,374 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഡൗൺ സൈഡ് ട്രേഡുകളൊന്നും നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ട് അതൊരു ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല. ഈ ലെവലിൽ വന്നാൽ പോലും നമ്മൾ കോൾ സൈഡിലേക്ക് മേലേക്ക് ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ട്രേഡ് പോലും താഴേക്ക് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.